നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ, ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയാലയൻ ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം. അപ്പോൾ ഇന്നിപ്പോൾ ഇത് പറയാൻ പോകുന്നത് ആർത്രൈറ്റിസ്. അപ്പോൾ അതിപ്പോൾ ഒരു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടിക്കാലം തൊട്ടേ കുട്ടികൾക്ക് തന്നെ ആർത്രൈറ്റിസ് കാണുന്നുണ്ട്. പിന്നെ അത് കൂടുതലില്ലെങ്കിലും കുറവായിട്ടും കാണുന്നുണ്ട്. പിന്നെ അടുത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു 30 അല്ലെങ്കിൽ 40 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർത്രൈറ്റിസ് കോമൺ ആയിട്ടാണ്. പിന്നെ അതുപോലെ കുറച്ചുകൂടി ഏജിലായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 90% ആളുകൾക്കും ആർത്രൈറ്റിസ് ഉണ്ട്. എന്താണ് ഈ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മുടെ ജോയിൻറ്റുകൾക്ക് എണ്ണമയം കുറയും. അതിൻ്റെ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയും. ഇപ്പോൾ വണ്ടിക്ക് നമ്മൾ പിന്നെ ലൂബ്രിക്കേഷൻ ഉണ്ടല്ലോ, അതുപോലെ നമ്മുടെ ബോഡി തന്നെ ലൂബ്രിക്കേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറവ് കൊണ്ട് വരും. പിന്നെ നമ്മുടെ ബോഡിയിൽ കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ട് വരും. ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് കാൽസ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണത്തിന് ഈ മുട്ടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പിന്നെ ആർത്രൈറ്റിസിന് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് എല്ലാ ജോയിൻറ്റുകൾക്കും അത് അഫക്റ്റ് ചെയ്യും. കൂടുതലായിട്ട് ജോയിൻറ്റ് വരുന്നത് മുട്ടിലും അങ്ങനെ ബാക്കിലുമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ മുട്ട് സർജറി ചെയ്യുന്നില്ല, മുട്ട നമ്മൾ മാറ്റി വെക്കുക എന്നൊക്കെ ഉള്ളത്. അത് ഫലപ്രദമാണ്, നല്ലൊരു ശതമാനം ഫലപ്രദമാണ്, കുറച്ച് മാത്രമേ ഫലപ്രദമല്ല ഉള്ളൂ. പക്ഷേ അതൊരു സർജറി, ഒരു ട്രീറ്റ്മെൻ്റ് അല്ല. പിന്നെ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ ഇത് വരാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് കാൽസ്യമാണ്. അപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. അപ്പോൾ അതൊരു വലിയ ബിഗ് സബ്ജക്റ്റാണ്. എന്നിരുന്നാൽ തന്നെ ഞാൻ സിംപ്ലിഫൈ ആയിട്ട് ചെയ്താൽ, കാൽസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലം തൊട്ടേ കാൽസ്യത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഉദാഹരണം, നമ്മുടെ ഇന്ത്യയിൽ ഏത് കുട്ടികളെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ പല്ല് വരുമ്പോഴത്തേക്ക് അത് പുഴുപ്പല്ലായിട്ട് വരും. പുഴുപ്പല്ലെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പറയുന്നത് കാരീസ് ഓഫ് ടീത്ത് എന്നാണ്. പിന്നെ പല്ലിൻ്റെ ഓരോ തേയ്മാനമാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇത് സംഭവിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരമ്മ ഗർഭിണിയായിരിക്കുമ്പോഴത്തേക്ക് കാൽസ്യം ഡബിൾ വേണം. ഒന്ന് അമ്മയുടെ ആവശ്യത്തിനും, 2 കുട്ടിയുടെ ആവശ്യത്തിനും. അപ്പം ആവശ്യത്തിന് കാൽസ്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് എവിടെ നിന്ന് എടുക്കും? നമ്മുടെ എല്ലിൽ നിന്നും പല്ലിൽ നിന്നും എടുക്കും. അങ്ങനെ അമ്മയുടെ പല്ലും പോവും, എല്ലും പോവും, കുട്ടിക്കും വേണ്ടത്ര കാൽസ്യം വരുന്നില്ല. ഇത് ഗൈനക്കോളജിസ്റ്റ് തന്നെ ചെയ്യേണ്ട ഒരു കേസാണ്. കാരണം കൂടുതൽ ആളുകളും പിന്നെ സ്ത്രീകളുടെ വരുമ്പോഴത്തേക്ക് കുട്ടിക്കാലത്ത് വരും. അവരാണ് അവരാണ് ഇതിനെ അഡ്വൈസ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ നല്ലൊരു ശതമാനം ഡോക്ടേഴ്സും അത് ചെയ്യാറില്ല. അപ്പോൾ കാൽസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമുക്കങ്ങനെ കാൽസ്യം എങ്ങനെ കിട്ടും? അങ്ങനെ കാൽസ്യം നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിലും കാൽസ്യം ഉണ്ട്. പക്ഷേ എന്നാൽ വെജിറ്റേറിയൻ കാൽസ്യം വളരെ കുറവാണ്. എന്നിരുന്നാലും വെജിറ്റേറിയൻ ധാരാളമുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ചീരയില, മുരിങ്ങക്കായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ച് കാൽസ്യമാണ്. അത് എല്ലാ ദിവസവും ആരും കഴിക്കുന്നില്ല. അതുപോലെ ചീരയിൽ കാൽസ്യമുണ്ട്. പിന്നെ അതുപോലെ മുട്ടയിൽ ഇഷ്ടംപോലെ കാൽസ്യമുണ്ട്. പക്ഷേ ഇതെല്ലാം എല്ലാ ദിവസവും നമ്മളിതൊന്നും കഴിക്കുന്നില്ല. അതുപോലെ എല്ലാ ആഹാര സാധനത്തിലും കാൽസ്യമുണ്ട്. പിന്നെ അതുപോലെ ഈ മത്സ്യത്തിലും കാൽസ്യമുണ്ട്. അപ്പോൾ ഈ പിന്നെ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയൻ ആളുകളുണ്ട്. അപ്പം നോൺ വെജിറ്റേറിയൻസ് ഇത് പിന്നെ മീൻ ഇറച്ചിയൊന്നും കഴിക്കാറില്ല. അതുകൊണ്ട് അവർ ബാക്കിയുള്ള വെജിറ്റബിൾസിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ നമുക്കല്ലാതെ എങ്ങനെ കാൽസ്യം കിട്ടും? കാരണം ഇതൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും നമ്മുടെ ബോഡി വളരെ കുറച്ച് കാൽസ്യം മാത്രമേ അബ്സോർവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് കാൽസ്യം സപ്ലിമെൻറ്റിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ കാൽസ്യം സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരുപാട് കാൽസ്യം അവൈലബിളാണ്. അപ്പോൾ ഷെൽ കാൽസ്യമാണ് ഡോക്ടേഴ്സ് കൂടുതൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിന് വേറെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാൽസ്യം കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ കിഡ്നിയിൽ കല്ലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് എന്താണ് കാൽസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കാരണം 10 ഗുളികയ്ക്ക് ഏകദേശം 100 രൂപ താഴെയുള്ള കാൽസ്യമുണ്ട്, വില കുറഞ്ഞ കാൽസ്യം. പിന്നെ വില കൂടിയ കാൽസ്യമുണ്ട്. അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വരുന്നത് കാൽസ്യം വിത്ത് വൈറ്റമിൻ K27. അപ്പോൾ ഏത് ഗുളികയിലും നമ്മൾ വൈറ്റമിൻ K27 ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് നമ്മുടെ ബോഡിയിൽ അബ്സോർവ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പിന്നെ മറ്റ് ദോഷവശങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് കാൽസ്യം ഡിപ്പോസിറ്റ് അതിന് പറയുന്നത്, ചിലപ്പോൾ അതിന് പല കമ്പനികളും ഉണ്ടാക്കുന്നുണ്ട്. അത് പ്രിസ്ക്രിപ്ഷൻ ആവശ്യമില്ലാത്ത ആണ് ഈ കാൽസ്യം ടാബ്ലറ്റൊക്കെ. കാൽസ്യം വൈറ്റമിൻസ് ഒന്നും പ്രിസ്ക്രിപ്ഷൻ ആവശ്യമില്ല. നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ചോദിക്കണം, ഈ കാൽസ്യം ആവശ്യമുണ്ട്, അത് വൈറ്റമിൻ K27 എന്നുള്ള
കോമ്പിനേഷനാണ് നമുക്ക് വേണ്ടത്. അത് ഇപ്പോൾ ഉദാഹരണം മറ്റേ 100 രൂപയാണെങ്കിൽ മറ്റേത് ഏകദേശം ഒരു 3 ഇരട്ടി വിലയാവും K27. അങ്ങനെ അത് പിന്നെ ഇത് നിങ്ങൾക്ക് തന്നെത്താനെ നമുക്ക് മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഒരു ഡോക്ടറുടെ പിന്നെ അഡ്വൈസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അതില്ലെങ്കിൽ തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് കാൽസ്യം ചോദിക്കണം. നമുക്ക് എല്ലാ ആളുകൾക്കും കാൽസ്യം ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ ജോയിൻറ്റ് പെയിൻ ഉള്ളവർക്കല്ല, അല്ലാത്ത ആളുകൾക്ക് കാൽസ്യം നമ്മുടെ ബോഡിയുടെ എല്ലാ ഫങ്ഷനും കാൽസ്യം ആവശ്യമാണ്. ബ്രെയിൻ ആവശ്യമാണ്, ഹാർട്ടിന് ആവശ്യമാണ്, ലിവറിന് ആവശ്യമാണ്, കിഡ്നിക്ക് എല്ലാ ഫങ്ഷനും നമുക്ക് കാൽസ്യം ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ആൻജിയോഗ്രാം ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, അതുപോലെ തന്നെ ബൈപ്പാസ് സർജറി ഒഴിവാക്കുക. ഇതെന്തിനാണിത്? അതായത് ഹാർട്ടിന് ബ്ലോക്ക് വന്നാൽ പ്രധാനമായിട്ട് ഉള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രധാനമായെങ്കിൽ തന്നെ ആൾക്ക് അവരുടെ അജ്ഞത കൊണ്ടാണ്. ഇപ്പോൾ ഒരു ഹാർട്ടിന് ഇതേതെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റിൻ്റെ അടുത്ത് തന്നെ പോകും. അപ്പോൾ അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ്, കാരണം എങ്ങനെ ഒരു സർജറി ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവരാദ്യമായിട്ട് അഡ്വൈസ് ചെയ്യുന്നത് ആൻജിയോഗ്രാം എടുക്കാൻ പറയും. ആൻജിയോഗ്രാം എടുക്കുമ്പോഴത്തേക്ക് എങ്ങനെയായാലും ചെറിയതായിട്ടുള്ള ബ്ലോക്കുകൾ വരും. ബ്ലോക്കില്ലെങ്കിൽ തന്നെയും ഒരു ആർട്ടീരിയൽ സ്ക്ലീറോസിസ് എന്ന് പറയും, ഹാർഡനിങ് ഓഫ് ദി ആർട്ടറീസ്. നമ്മുടെ രക്തക്കുഴൽ കട്ടിയാവുന്ന സ്വഭാവം നമുക്കുണ്ടാവും. അത് കുട്ടിക്കാലം തൊട്ടേ ഉണ്ടാകുന്നതാണ്. അത് കൂടുതൽ വരുന്ന നമ്മുടെ ആഹാര രീതിയാണ്. പാരമ്പര്യം വളരെ കുറച്ചേ ഉള്ളൂ. ആൻജിയോഗ്രാമിന് പകരമുള്ളത് പിന്നെ ഹാർട്ട് സ്കാൻ എന്ന് പറഞ്ഞ മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഡേഞ്ചറസ് ആണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഡൈ ആണ് കടത്തിവിടുന്നത്. ഈ ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം 80% ബ്ലോക്ക് ആണെങ്കിൽ ഈ ഡൈ പോയിട്ട് 100% പേഷ്യൻ്റ് കോംപ്ലിക്കേഷനാകും. അത് മാത്രമല്ല ബ്രെയിൻ ഡിസീസോ അതല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മോസ്റ്റ് കോംപ്ലിക്കേഷനാകും. അതുകൊണ്ടാണ് ആൻജിയോഗ്രാമിന് മുമ്പ് പേഷ്യൻ്റെ കോൺസെൻ്റ് എല്ലാം വാങ്ങിക്കും. എമർജൻസി സർജറിക്ക് കുഴപ്പമില്ല, പിന്നെ ഓക്സിജൻ കൊടുക്കുന്നതിന് കുഴപ്പമില്ല, ബ്ലഡ് കൊടുക്കുന്ന കുഴപ്പമില്ല, ഇതെല്ലാം വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത്. ചിലപ്പം പേഷ്യൻസ് തന്നെ ആൻജിയോഗ്രാം കൊടുക്കുമ്പോൾ തന്നെ മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഡോക്ടേഴ്സ് അത് പറയാറില്ല, ഇപ്പോൾ പേഷ്യൻസ് തൊട്ട് ചോദിക്കാറുമില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ യഥാർത്ഥ കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ആൻജിയോഗ്രാം എടുത്തില്ലെങ്കിൽ അതിന് പകരമായിട്ടുള്ളതാണ് ഹാർട്ട് സ്കാൻ. ഹാർട്ട് സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ടിൻ്റെ ഒരു 10-20 ഫങ്ഷൻ നന്നായിട്ട് അറിയാൻ പറ്റും. അതായത് അറ്റാക്ക് സാധ്യത, അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ പമ്പിങ് നടക്കുന്നുണ്ടോ, പിന്നെ ബ്ലോക്ക്, ഓക്സിജൻ ലെവൽ, അങ്ങനെ ഹാർട്ടിൻ്റെ 10-20 ഫങ്ഷൻ അറിയാൻ സാധിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയാം, നമുക്ക് നേരത്തെ നമ്മുടെ കേരളത്തിൽ ഈ ഹാർട്ട് സ്കാൻ സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. അത് പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ വലിയ ഹോസ്പിറ്റലുകാരത് അടപ്പിച്ചു. കാരണം നമ്മുടെ ഇവിടെ ഏത് ഹോസ്പിറ്റലിൽ കഴിഞ്ഞാൽ തന്നെ ആദ്യം ആൻജിയോഗ്രാമിനുള്ള ഫെസിലിറ്റിയുള്ളൂ, ഹാർട്ട് സ്കാൻ ഇല്ല. എന്നിരുന്നാൽ തന്നെ നമ്മുടെ അടുത്ത സ്റ്റേറ്റ് തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ എല്ലാ ഗവൺമെൻറ് ആശുപത്രിയിലും ഹാർട്ട് സ്കാൻ്റെ സെൻറ്റേഴ്സ് ഉണ്ട്, ഫ്രീ ആയിട്ടാണ് ഇവിടെ. പിന്നെ ഇവിടെ പ്രൈവറ്റായിട്ടും ഉണ്ട്. നമുക്ക് കേരളത്തിൽ അടുത്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുദയ ഹോസ്പിറ്റൽ, ഇരുദയ ഹൃദയത്തിൻ്റെ ഹോസ്പിറ്റൽ നാഗർകോവിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ പേഷ്യൻസിനെ തന്നെ അവിടെ നാഗർകോവിലാണ് അയക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മളിത് കണ്ടു കഴിഞ്ഞിട്ട് ഇത് കൊടുക്കുമ്പോൾ തന്നെ ബ്ലോക്ക് എല്ലാം അറിയാം. ഞാൻ പറഞ്ഞല്ലോ 10-20 ഫങ്ഷൻ അറിയാൻ സാധിക്കും. ഇത് കഴിഞ്ഞാൽ തന്നെ പിന്നെ നമുക്ക് പിന്നെ എന്താണ്, പിന്നെ അടുത്ത അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റിയാണ്. ഇപ്പോൾ WHO തന്നെ പറഞ്ഞിരിക്കുന്നത് ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് 1% പേഷ്യൻ്റ് പോലും ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് ഒരു 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.